ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ 48ാമത് ശ്ലോകമാണ് ഇന്നിവിടെ സ്മരിക്കുന്നത്. നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോഭനാശിനി നിസ്സംശയാ സംശയഘ്നി നിർഭവാ ഭവനാശിനി. ആദ്യത്തെ നാമം നിഷ്ക്രോധ. ക്രോധം ദേഷ്യം. നിഷ്ക്രോധ ദേഷ്യം ഇല്ലാത്തവൾ, ക്രോധം ഇല്ലാത്തവൾ, ക്രോധത്തെ നശിപ്പിക്കുന്നവൾ ദേവി. ദേവിക്ക് സമഭാവനയാണ് ഉള്ളത്. ആശയില്ല, ക്രോധമില്ല, ഇങ്ങനെയുള്ള മാലിന്യങ്ങളെ, ദുഷ്പ്രവണതകളെ അമ്മ ഇല്ലായ്മ ചെയ്യുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമ്മയ്ക്ക് ക്രോധമില്ല, അമ്മ കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും ലോകഹിതത്തിനു വേണ്ടി ലീലാവിഗ്രഹധാരിണിയാണല്ലോ അമ്മ. അമ്മ കർമ്മം ചെയ്യുന്നു, കർമ്മം ചെയ്യിക്കുന്നു, കർമ്മകാരിണിയായി വർത്തിക്കുന്നു. അതുപോലെ തന്നെ അമ്മ ക്രോധമില്ലാത്തവളാണ്. ദ്വേഷ്യമോ വിദ്വേഷമോ ഇല്ലാത്തവളാണ്. ആശയോ നിരാശയോ ഇല്ലാത്തവളാണ്. അങ്ങനെ നിഷ്ക്രോധയായിട്ടുള്ള ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ഓം നിഷ്ക്രോധായൈ നമ. അടുത്ത നാമം ക്രോധശമനി. ഭക്തനിലെ ക്രോധത്തെ ശമിപ്പിക്കുന്നവൾ ക്രോധശമനി. ഭക്തന് ധർമ്മമാർഗം കാണിച്ചു കൊടുക്കുന്നു, ഭക്തനെ ധർമ്മമാർഗത്തിലേക്ക് നയിക്കുന്നു. ആ ക്രോധത്തെ ഇല്ലായ്മ ചെയ്ത് നല്ല കാഴ്ചപ്പാട് നൽകുന്നു അമ്മ. ക്രോധശമന്യൈ നമ. അടുത്ത നാമം നിർലോഭ. ലോഭം ഇല്ലാത്തവൾ നിർലോഭ. കാമം ക്രോധം ലോഭം മോഹം മദം മാത്സര്യം, ഇതാണ് ഷഡ്വൈരികൾ. ഒന്നിൽ നിന്ന് ഒന്നുണ്ടാകുന്നു. കാമത്തിൽ നിന്ന് ക്രോധം, അങ്ങനെ പോവുകയാണ്. ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ധനം ആവശ്യമാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. അത് നഷ്ടമായാൽ ക്രോധമാകുന്നു. കയ്യിൽ കിട്ടിയ ധനം ദാനം ചെയ്യാൻ മടിയാണ്. അതാണ് ലോഭം. തൻ്റേതെന്ന ചിന്ത, അതാണ് ലോഭം. അത് അന്യർക്ക് നൽകാൻ മടിയാണ്. അവിടെ ഞാനെന്ന ഭാവം വരുന്നു. അപ്പോൾ കാമക്രോധാദികൾ ഇല്ലായ്മ ചെയ്യുന്നു അമ്മ. അതിൽ ലോഭം വളരെ മോശമാണ്. ദാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം. ആ തൻ്റേത്, ഞാനുണ്ടാക്കിയത് എന്നുള്ള ഭാവത്തിൽ ഇരിക്കൽ ലോഭമാണ്. ആ ലോഭത്തെ, തൻ്റേത് എന്ന ചിന്തയെ ദേവി ഇല്ലായ്മ ചെയ്യാണ് ചെയ്യണത്. അതുപോലെ തന്നെ ദേവി സമ്പദ് സ്വരൂപിണിയാണ്, സമ്പദ്കരിയാണ്, ഐശ്വര്യമാണ്, ഐശ്വര്യദായിനിയാണ്. അവിടെ അമ്മ നിർലോഭയായിക്കൊണ്ട് ഭക്തന് സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും പ്രദാനം ചെയ്യുകയാണ്. ഒരു മടിയുമില്ല അമ്മയ്ക്ക്. നിർലോഭയായി സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു അമ്മ. ഓം നിർലോഭായൈ നമ. അടുത്ത നാമം ലോഭനാശിനി. ലോഭത്തെ
ഇവിടെ ലോഭം എന്ന് പറയുമ്പോൾ ദാനം ചെയ്യാനുള്ള മടി എന്ന് പറയാം, കൊടുക്കാനുള്ള താല്പര്യമില്ലായ്മ, അത് ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഒരു കൊതിയാണ്, ദുരയാണ്. അങ്ങനെയുള്ള ആ ലോഭത്തെ നശിപ്പിക്കുന്നു അമ്മ. അമ്മയെ ആരാണോ ആശ്രയിക്കുന്നത് അവനിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന മാലിന്യങ്ങളെ, മലിന ചിന്തകളെ, വാസനകളെ അമ്മ നീക്കിക്കളയാണ് ചെയ്യുന്നത്. ലോഭ നാശിനിയാണ് അമ്മ. ഇനി എന്തെന്ത് സദ്ഗുണങ്ങൾ ഉണ്ടായാലും ലോഭമുണ്ടായാൽ എല്ലാം നശിക്കുകയാണ്. അത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ, കാമം, ക്രോധം, ലോഭം, ഇത് നരകത്തിലേക്കുള്ള 3 കവാടങ്ങളാണ്. ഏറ്റവും മോശമാണ് കാമം, ക്രോധം, ലോഭം. നരകത്തിലേക്കുള്ള 3 വാതിലുകളാണ്. അപ്പം അങ്ങനെ ആരിലാണോ ഈ ലോഭം ഉള്ളത് അവനിലെ ആ മോശ ചിന്തയെ അമ്മ കഴുകിക്കളയുന്നു, നീക്കിക്കളയുന്നു, സംശുദ്ധമാക്കുകയാണ് അമ്മ ചെയ്യുന്നത്. അപ്പോൾ അമ്മ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അമ്മയുടെ ധ്യാനത്തിലൂടെ, അമ്മയുടെ ഉപാസനയിലൂടെ ഭക്തൻ നേടിയെടുക്കുന്നത് ഇത്തരം സദ്ഗുണങ്ങളാണ്. ക്രോധമില്ലായ്മ, ലോഭമില്ലായ്മ, മമത്വ ബുദ്ധി മാറിയിട്ട് സമഭാവന, ഇങ്ങനെയെല്ലാം അമ്മ വളർത്തിത്തരികയാണ്. അതാണ് അമ്മയുടെ കാരുണ്യം. അങ്ങനെ ലോഭനാശിനിയായിട്ട് വർത്തിക്കുന്ന ശ്രീ മഹാദേവിക്ക് നമസ്കാരം. ലോഭനാശിന്യൈ നമഃ. അടുത്ത നാമം നിസ്സംശയ. സംശയമില്ലാത്തവൾ നിസ്സംശയ. സംശയം എന്ന് പറയുമ്പോൾ നിശ്ചയമില്ലായ്മ. നിശ്ചയം ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാതിരിക്കുക, ഉറപ്പില്ലായ്മ, അതോ വേണ്ടത് ഇതോ വേണ്ടത്, അങ്ങനെ ഒരു സംശയം, നിശ്ചയമില്ലായ്മ. ഇതാണ് ഒരു തീർച്ചപ്പെടുത്താൻ കഴിയാത്ത മനസ്ഥിതി. അതാണ് സംശയം. തീർച്ചപ്പെടുത്താൻ കഴിയുന്നില്ല, അത് സംശയമാണ്. ആ ചഞ്ചലമായ മനസ്സ് അജ്ഞാനികൾക്കാണ്. ജ്ഞാനി ചഞ്ചലചിത്തനല്ല. അജ്ഞാനികളെ ബാധിച്ചിരിക്കുന്ന ഈ ചഞ്ചലമായ ചിത്തം, ചഞ്ചലമായ മനസ്സ്, ആ ചഞ്ചലതയെ, സംശയത്തെ അമ്മ ദൂരീകരിക്കുന്നു. കാരണം അമ്മ നിസ്സംശയ. അങ്ങനെ നിസ്സംശയായി വർത്തിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം. ഓം നിസ്സംശയായേ നമഃ. സർവജ്ഞയാണ് അമ്മ, സംശയമൊന്നുമില്ല, സർവജ്ഞ. അടുത്ത നാമം സംശയഘ്നി. സംശയഘ്നി, സംശയത്തെ നശിപ്പിക്കുന്നവൾ സംശയഘ്നി. ഈ ചാഞ്ചാട്ടത്തിന്, ചഞ്ചല ചിത്തത്തെ ഒക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഉറച്ച ബുദ്ധി, ഉറച്ച മനസ്സ് പ്രദാനം ചെയ്യാണ് അമ്മ. ഉറച്ച മനസ്സും ബുദ്ധിയും നൽകിയിട്ട് ആ മുക്തിയിലേക്ക് വഴിതിരിച്ചു വിടുന്നു അമ്മ. സംശയഘ്നിയായിട്ടുള്ള അമ്മയ്ക്ക് നമസ്കാരം. അറിവ് ഉള്ളവർക്ക് സംശയമില്ല, ഉറപ്പാണ്. അവർ നിശ്ചയ ബുദ്ധിയുള്ളവരാണ്. ആ അറിവാണ് അമ്മ പ്രദാനം ചെയ്തുകൊണ്ട് ഭക്തനെ മോക്ഷമാർഗത്തിലേക്ക് നയിക്കുന്നത്. എല്ലാം നശിപ്പിക്കുകയാണ് സംശയം. മനഃശാന്തി നശിപ്പിക്കുന്നു, ആരോഗ്യത്തെ നശിപ്പിക്കുന്നു, പരമമായ സത്യത്തെ കാണാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള സംശയം എന്ന് പറഞ്ഞാൽ അമ്മയാണ്
എല്ലാം അമ്മയാണ് സൃഷ്ടി, അമ്മയാണ് സ്ഥിതി, അമ്മയാണ് സംഹാരം. ഓരോരോ ജീവനിലും ഓരോരോ ജീവ ചൈതന്യമായി ശക്തിയായി വർത്തിക്കുന്നത് അമ്മയാണ്. ഭക്തനും ദേവിയും വേറെയല്ല, അമ്മയുടെ സൃഷ്ടിയാണ്, അമ്മയിൽ വർത്തിക്കുകയാണ് നമ്മൾ. അങ്ങനെ ഒരു ബോധം നിലനിർത്താൻ പരിശ്രമിക്കണം നമ്മൾ. പരമമായ സത്യമാണ് അമ്മ, അവിടെ സംശയമേ ഇല്ല, സത്യത്തിന് കളങ്കമില്ല. ഇനി അഥവാ ചഞ്ചലചിത്തരായാൽ ഭയപ്പെടേണ്ട. അമ്മ എന്താ ചെയ്യുന്നത്? ചിദ്യന്തേ സർവസംശയ, ഭക്തൻ്റെ എല്ലാ സംശയങ്ങളെയും ദേവി അറുത്ത് കളയുന്നു, ഇല്ലാതാക്കുന്നു. ഉറച്ച മനസ്ഥിതി, ഉറച്ച മനസ്സ്, ചിത്തം അമ്മ പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓം സംശയഘ്നേ നമ. അടുത്ത നാമം നിർഭവ. ഭവം എന്ന് പറഞ്ഞാൽ സംസാരമാണ്, ജനനം, സംസാരം, ജീവിതം. അമ്മ നിർഭവ എന്ന് പറയണു, ജനനമില്ലാത്തവൾ. അമ്മ ജനനമില്ലാത്തവൾ, അമ്മ ഉണ്ടായതല്ല, ഉള്ളതാണ്. അമ്മ ഉണ്മയാണ്, ചൈതന്യമാണ്, ശാശ്വതമായ സത്യമാണ് അമ്മ. അതുകൊണ്ട് ജനനമില്ലാത്തവൾ, അജ എന്ന് പറയുന്നു. നിർഭവ. അമ്മ ബ്രഹ്മം, അനാദിയാണ് ബ്രഹ്മം. ദേവി അവതാരങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. സ്വേച്ഛയാ അവതാരമെടുക്കുകയാണ് അമ്മ ചെയ്യുന്നത്. അമ്മയുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേണ്ട സമയത്ത് അവതാരങ്ങൾ എടുക്കുകയാണ്. ഭക്തൻ്റെ രക്ഷയ്ക്ക്, ഭക്തൻ്റെ പ്രീതിക്ക്, ലോക സംഗ്രഹത്തിന് വേണ്ടിയിട്ട് അമ്മ സ്വേച്ഛയാൽ അവതരിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകമായി ജനിക്കുകയല്ല ചെയ്യുന്നത്. അവതരിക്കുക എന്ന് പറഞ്ഞാൽ ഈ തലത്തിലേക്ക് ഇറങ്ങി വരികയാണ്, എന്നിട്ട് അതിനനുസരിച്ച് കർമ്മം ചെയ്യുന്നു. നിഷ്കർമ്മയാണ് എങ്കിലും ലോകഹിതത്തിന്, ലോകരക്ഷയ്ക്ക്, ഭക്ത സംരക്ഷണത്തിന് ഏതു ഭാവമാണോ അതിനനുസരിച്ച് ദേവി അവതാരം കൊള്ളുകയാണ് ചെയ്യുന്നത്. അമ്മ ആദി മധ്യ അന്തരഹിതയാണ്, പരാശക്തിയാണ്. തുടക്കമോ ഒടുക്കമോ ഇല്ല. അതുകൊണ്ട് തന്നെ അമ്മയെ കർമ്മം ബാധിക്കുന്നില്ല. എന്താണോ ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ഭാവം കൈക്കൊണ്ട് ലോകഗതി നിയന്ത്രിക്കുകയാണ് അമ്മ ചെയ്യുന്നത്. അങ്ങനെയുള്ള അമ്മ നിർഭവായേ നമ. അടുത്ത നാമം ഭവനാശിനി. ഭവം എന്ന് പറഞ്ഞാൽ സംസാരം, ജീവിതം. സംസാരത്തെ നശിപ്പിക്കുന്നവൾ ദേവി. സംസാരം എന്ന് പറയുമ്പോൾ ജനനം, മരണം. ജനനം, പിന്നെ അതിനിടയിലുള്ള ആ ഒരു ഒഴുക്ക്, പിന്നെ മരണം. പക്ഷെ മരണത്തിൽ അവസാനിക്കുന്നില്ല, പിന്നെയും ആ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് സംസാര ചക്രം. ജനനം, പിന്നെ മരണം, ജനിക്കുന്നു, വളരുന്നു, വികാസം കൊള്ളുന്നു, പിന്നെ ബലക്ഷയം സംഭവിക്കുന്നു, രോഗബാധയുണ്ടാകുന്നു, മരണം സംഭവിക്കുന്നു, പിന്നീട് വീണ്ടും ജനിക്കുന്നു. ഈ സംസാര ചക്രത്തിൽ പെട്ടിങ്ങനെ ഉഴലുകയാണ് ജീവനുകൾ. എന്നാൽ അമ്മയുടെ പാദത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ഉപാസിക്കുന്നവരുടെ ആ സംസാര ചക്രത്തെ അമ്മ ഇല്ലായ്മ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ജനിമൃതികളിൽ നിന്ന് മോചനം നൽകുകയാണ് അമ്മ. ഭവനാശിനി. ഈ ജനലോകവാസം മതിയാക്കിയിട്ട് തിരിച്ചു പോകാനുള്ളൊരു പരിശ്രമമാണ്, മോക്ഷപ്രാപ്തിക്കാണ് പരിശ്രമിക്കുന്നത് എല്ലാവരും. ദേവീപാദത്തിൽ
വിലയം ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. ആ ബോധത്തോടുകൂടി പരിശ്രമിക്കുന്നവൻ ആരോ അവൻ്റെ ഭവത്തെ, സംസാരചക്രത്തെ അമ്മ നശിപ്പിച്ച് മോക്ഷം പ്രദാനം ചെയ്യുന്നു. സംസാരചക്രത്തിൽ നിന്ന് മുക്തരാക്കുകയാണ് ചെയ്യുന്നത്. ശാശ്വതമായ ശാന്തി, ശാശ്വതമായ ധാമം അമ്മ പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഭവനാശിനിയായി, ശാന്തിപ്രദായിനിയായി, മോക്ഷപ്രദായിനിയായിരിക്കുന്ന അമ്മയ്ക്ക് നമസ്കാരം. ഓം ഭവനാശിന്യൈ നമഃ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.